ഹായ് ഓൾ, നമ്മളിന്നൊരു ചിക്കൻ കട്ട്ലേറ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 പൊട്ടാറ്റോ. ഉള്ളി നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്യാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതേപോലെ ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അടച്ചു വെച്ച് ഉള്ളി ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഒന്നും കൂടി അടച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചച്ചോയ ഒന്ന് മാറി കിട്ടുന്നവരൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. നേരത്തെ കണ്ട പൊട്ടറ്റോ നമ്മളൊന്നത് 3 വിസിലടിച്ച് വേവിച്ചെടുത്തതാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് തൊലി കളഞ്ഞൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ബോൺലെസ് ചിക്കനാണിത്. അത് നമ്മൾ പുഴുങ്ങിയെടുക്കല്ല, പൊരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് മസാല കൂട്ടി വെക്കുകയാണ്. അപ്പം സാദാ മസാല തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇത് മാത്രം ഇട്ട് നമ്മളൊന്ന് മസാല തേച്ച് വെക്കണം കുറച്ച് നേരം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മസാല എല്ലായിടത്തേക്കും ആക്കി നല്ലോണം ഇതൊന്ന് കുഴച്ചതൊന്ന് മാറ്റി വെക്കാം. ഇനി ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഈ 3 മസാല മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഓവർ മസാല ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉരുളൻകിഴങ്ങും ഈ ഉള്ളിയും കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയെടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട, ഒരു മീഡിയം ലെവലിൽ കുക്ക് ചെയ്തിട്ട് നമുക്കൊന്നത് മാറ്റി വെക്കാം. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നത് ക്രഷ് ചെയ്തെടുക്കണം. ഈ ക്രഷ് ചെയ്ത ചിക്കനും ആ മസാലയിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും പൊട്ടറ്റോ ഉള്ളി എല്ലാം കൂടി ഉള്ളത് നല്ലോണം ഒന്ന് മിക്സാക്കി നമുക്ക് എടുക്കാം. ഇതിലേക്കൊരു 4 ബ്രെഡ് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തത് നമുക്കിതിൽ കോട്ട് ചെയ്തെടുക്കാനാണ്. നമുക്ക് വേണ്ടി ഷേപ്പിലൊന്നത് ആക്കിയെടുക്കാം. ഞാനൊരു ഓവൽ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ആക്കി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. അതിലാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് പാലും, ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിലാണ് നമ്മൾ ആദ്യം കട്ട്ലേറ്റ് നല്ലോണം ഒന്ന് ഇതിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. നല്ല പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് നല്ല ചൂടായതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഈ പരിവായപ്പോൾ ഞാനിത് കോരി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ഉള്ളതാണ്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക.